പത്തനംതിട്ട കോട്ടാങ്ങൽ ടിഞ്ചു വധക്കേസിൽ പ്രതിയായ SDPI പ്രവർത്തകൻ നസീറിന് ജീവപര്യന്തം തടവ് ശിക്ഷ. ബലാത്സംഗത്തിന് 10 വർഷവും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 7 വർഷവും ശിക്ഷ അനുഭവിക്കണം. പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. 2019 ഡിസംബർ 15-നായിരുന്നു ടിഞ്ചുവിനെ ബലാത്സംഗം ചെയ്ത ശേഷം നസീർ കെട്ടിത്തൂക്കി കൊന്നത്. തിരിമറികൾ ഒരുപാട് നടന്ന കൊലപാതക കേസിൽ ഒടുവിൽ വിധി. കോട്ടാങ്ങൽ സ്വദേശി ടിഞ്ചുവിനെ ക്രൂരമായി കൊന്ന കേസിൽ പ്രതി നസീറിന് ജീവപര്യന്തം ശിക്ഷ. ബലാത്സംഗത്തിന് 10 വർഷവും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 7 വർഷവും കൂടി ശിക്ഷ അനുഭവിക്കണം. പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കോട്ടാങ്ങൽ സ്വദേശിയും SDPI ഭീകരനുമാണ് പ്രതി നസീർ. 2019 ഡിസംബർ 15-നായിരുന്നു കൊലപാതകം. വിവാഹബന്ധം വേർപിരിഞ്ഞ് സുഹൃത്തുമായി ഒന്നിച്ചു താമസിച്ചിരുന്ന ടിഞ്ചുവിനെ വീട്ടിൽ ആരുമില്ലാത്ത സമയം അതിക്രമിച്ചു കടന്ന് ബലാത്സംഗം ചെയ്യുകയായിരുന്നു തടിക്കച്ചവടക്കാരൻ കൂടിയായ നസീർ. ടിഞ്ചുവിന്റെ തല കട്ടിലിലിടിപ്പിച്ച് അബോധാവസ്ഥയിലാക്കി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ശേഷം മേൽക്കൂരയിലെ ഇരുമ്പ് കൊളുത്തിൽ കെട്ടിത്തൂക്കി. ലോക്കൽ പോലീസ് അന്വേഷിച്ച് ആത്മഹത്യയെന്ന് വിധി എഴുതി. പ്രതിയെ രക്ഷിക്കാൻ SDPI നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇടപെടൽ നടത്തിയിരുന്നു. തുടർന്ന് ടിഞ്ചുവിന്റെ ആൺസുഹൃത്ത് ടിജിന്റെ തലയിൽ കൊലപാതകം പോലീസ് കെട്ടിവെച്ചു. ടിജിനെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചു. ടിജിന്റെ പരാതിയിൽ പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു. 20 മാസങ്ങൾക്ക് ശേഷം യഥാർത്ഥ പ്രതി നസീറിനെ പിടികൂടി. പ്രതിക്ക് ശിക്ഷ ഉറപ്പായതോടെ താൻ അനുഭവിച്ച വേദനകൾക്കും ടിഞ്ചുവിന്റെ മരണത്തിനും നീതി കിട്ടിയെന്ന് ടിജിൻ പ്രതികരിച്ചു. എനിക്ക് 100% എനിക്ക് നീതി കിട്ടിയതിൽ കൂടുതൽ ആ കുട്ടിയുടെ ആത്മാവിന് ഞാൻ നീതി വാങ്ങിക്കൊടുത്തു എന്ന് എനിക്ക് അതിനകത്ത് അഭിമാനം തോന്നുന്നുണ്ട്. എൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ എനിക്ക് സന്തോഷവും തോന്നുന്നുണ്ട്. കാരണം ആരുമില്ലാത്തടത്ത് സ്വന്തം വീട്ടുകാർ പോലും പ്രതി ഈ കൊന്നയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നിടത്ത്, കൊന്നയാൾ നിരപരാധിയാന്ന് പറയുന്നിടത്ത്, ഇപ്പം ശിക്ഷ കിട്ടിയെടുത്ത് പോലും കൊന്നയാൾ നിരപരാധിയാന്ന് പറയുന്നിടത്ത് എനിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ടിഞ്ചുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബലാത്സംഗത്തിനിരയായതിന്റെ തെളിവുകളുണ്ടായിരുന്നു. 53 മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു. ടിഞ്ചുവിന്റെ ശരീരത്തിൽ നിന്ന് നസീറിന്റെ DNA സാമ്പിളുകൾ ലഭിച്ചത് അന്വേഷണത്തിൽ വഴിത്തിരിവായി. ജനം, പത്തനംതിട്ട.